വട്ടമേശ ചർച്ച ചെയ്യുന്നത് SNDP യോഗവും BJPയും തമ്മിലുള്ള പുതിയ ബാന്ധവത്തെക്കുറിച്ചാണ്. പ്രശസ്തരും പ്രഗത്ഭരുമായ 4 പേർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ്, ആനത്തലവട്ടം ആനന്ദൻ CATU സംസ്ഥാന പ്രസിഡന്റ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അമ്പലത്തറ ചന്ദ്രബാബു ശ്രീനാരായണ ധർമ്മവേദിയുടെ സംസ്ഥാന സെക്രട്ടറി, PP ജെയിംസ് കേരളത്തിലെ പ്രശസ്തനായ പ്രമുഖ പത്രപ്രവർത്തകരിലൊരാൾ, കേരള കൗമുദിയുടെ ഡെപ്യൂട്ടി എഡിറ്റർ. ആനത്തലവട്ടം ആനന്ദൻ സഖാവെ, ഈ BJPയുടെ ഈ നീക്കം, ചടുലമായ SNDPയുടെ നീക്കങ്ങൾ, ഇത് CPMന് ആശങ്കയുണ്ടാക്കുന്നില്ലേ? അല്ല, കേരളത്തെ പിറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമാണ്. ശ്രീനാരായണ ഗുരു ഇത് സ്ഥാപിക്കുന്ന SNDP യോഗം സ്ഥാപിക്കുമ്പോൾ 1903 സ്ഥാപിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാം ഈഴവരായിരുന്നില്ല. പ്രഥമ ശിഷ്യൻ സത്യവ്രതൻ നായരായിരുന്നു. അതിനുശേഷം ഒരു പരമേശ്വര മേനോനുണ്ട്, ആനന്ദതീർത്ഥർ എന്ന് പറഞ്ഞ തലശ്ശേരിക്കാരൻ. അദ്ദേഹത്തിനെ പ്രമുഖ കാര്യദർശിയായി ശ്രീനാരായണ ഗുരു വെച്ചിരുന്നു. ചൈതന്യയതി അതായിരുന്നു. അങ്ങനെ ഒരു വലിയ അദ്വൈതാശ്രമത്തിൽ ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഏകജാതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി എന്ന് പറഞ്ഞു നടക്കുന്നത് ഈഴവർ മാത്രമായി കൂടാതെ അദ്ദേഹം നിഷ്കർഷിച്ച് വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനുഷ്യജാതിയാണ് പറഞ്ഞത്, ഈഴവജാതി എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ മനുഷ്യനെ മാത്രം കണ്ട ഒരു ഗുരുവിനെ ഇപ്പോൾ ഹിന്ദുവാക്കാനാണ് ശ്രമം. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ഈ പിന്നോക്ക ജാതിക്കാർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പറഞ്ഞറിയിക്കാവുന്നതല്ല. അന്ന് അരുവിപ്പറ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട്, ആദ്യത്തെ പ്രതിഷ്ഠ അതാണല്ലോ, പ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ സാധാരണഗതിയിൽ പ്രതിഷ്ഠ നടത്താൻ ബ്രാഹ്മണർക്ക് അവകാശമുള്ളത്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പാർട്ടി കോൺഗ്രസ്സിൽ സീതാറാം യെച്ചൂരിയോട് ഞങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പ്രധാനമായിട്ടും പിന്നോക്ക സമുദായങ്ങൾ, സാമൂഹ്യ നീതിയുടെ പ്രശ്നങ്ങൾ, ഇത് വളരെ കാര്യമായിട്ട് പാർട്ടി ഞങ്ങൾ ചർച്ച ചെയ്തു, പാർട്ടിയിൽ നിന്നുള്ള കൊഴിച്ചിലടക്കം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതാണ്. അരുവിക്കരയിൽ ഇപ്പോൾ അതിൻ്റെ സൂചനകൾ, നിങ്ങളുടെ പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് അത് കോൺഗ്രസ്സിന് ചോർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പിന്നോക്ക സമുദായങ്ങളുടെ വോട്ട് പ്രധാനമായിട്ടും ചോർന്നു പോയത് LDFന് കിട്ടേണ്ട വോട്ടാണ് പോയത്. ഇതിൻ്റെ ഒരു അപകടം നിങ്ങൾ പുറത്ത് കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ BJP ഇപ്പോൾ BJP വരുന്നില്ല അല്ലെങ്കിൽ അവർ വളരുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞൊരു മറയിടാൻ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യം വരുന്നു. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ജാതി സമുദായ സംഘടനകൾ ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. ആ സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ കരുത്താർജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് തൊഴിലാളി വർഗത്തിന്, സാധാരണ ജനങ്ങൾക്ക് എതിരായിട്ടാണ്. അവരുടെ വർഗ താല്പര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ തകർക്കാനാണ്. സാമുദായികമായി ഈ എല്ലാ ജാതി മതസംഘടനയും സാമുദായിക നേതാക്കന്മാർ പ്രമാണിമാരുടെ അവർ ധനിക വർഗ താല്പര്യമുള്ളവരാണ്, പാവപ്പെട്ട അവരുടെ താല്പര്യമുള്ളവരല്ല. ഇപ്പോൾ നോക്കൂ, ഈ പാവപ്പെട്ടവൻ്റെ പ്രശ്നം എന്താ? നായരായാലും ഈഴവനായാലും മുസൽമാനായാലും ഹരിജനങ്ങളായാലും അവരുടെ ജീവിത പ്രയാസങ്ങളാണ് പ്രധാനം. തൊഴിലില്ല, വരുമാനമില്ല, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല, ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചു പോകുന്നത്, ഇതൊക്കെയാണ്. അതിരൂക്ഷമായ തൊഴിലില്ലായ്മ വരികയാണ്. അതിന് പരിഹാരം കാണാൻ BJPക്ക് സാധിക്കുമോ? ഇപ്പോൾ BJP ഒരു ആളുകളുടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാം. ഇപ്പോൾ ഒരു വർഷത്തിൽ ചെല്ലുവാനായല്ലോ, 13 മാസമായല്ലോ വന്നിട്ട്. എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? എവിടെ ഒരു വ്യവസായ സ്ഥാപനം വന്നു? എത്ര ആൾക്ക് ജോലി കൊടുത്തു? ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും എല്ലാം ഹിന്ദു സമുദായത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയായിരുന്നു. പാമ്പിനും പട്ടിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ മേലാത്തൊരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹത്തിൽ മനുഷ്യന്റെ സാധാരണക്കാരായ എല്ലാ മതവിശ്വാസികളും മനുഷ്യരാണല്ലോ. ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് കാലാകാലങ്ങളിലായി ധാരാളം നവോത്ഥാന പ്രവർത്തനങ്ങൾ കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും. ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് പാവപ്പെട്ടവനെന്ന് നമ്മളിവിടെയൊക്കെ പറയുന്ന ഈ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവന് അവന് വഴിയടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവന് തുണി ഉടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, അക്ഷരാഭ്യാസം ഉൾപ്പെടെയുള്ള മുഴുവൻ നിഷേധിച്ച സാഹചര്യത്തിൽ ഈശ്വരനെ ഭജിക്കുവാനുള്ള അവകാശമില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 1 മൈൽ അപ്പുറത്തൂടെ മാത്രമേ അവന് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ അങ്ങനെ വന്നപ്പോ പിന്നോക്കം നിൽക്കുന്ന, അവഗണിക്കപ്പെട്ട, ഉച്ചനീചത്വം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഗുരുദേവൻ. ഏത് ജനവിഭാഗം? മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ? ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണോ?
ഹിന്ദു സമൂഹത്തിലെ ഉച്ചനീചത്വത്തിനെതിരായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ് അരുവിപ്പുറ ഏതായാലും ഒരു കാര്യം സമ്മതമാണല്ലോ, അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഒരു കണ്ണാടിയല്ലല്ലോ. അവസാനം കണ്ണാടി പ്രതിഷ്ഠയാണ്.